ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് ഇൻഫർമേഷനാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അതെ, നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഇൻ UK ആൻഡ് അയർലൻഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ സ്ഥിരം ഡിസ്ക്ലെയിമർ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ. യാതൊന്നിനും ഞാനോ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഈ ഒരു ഡിസ്ക്ലെയിമർ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഓരോ വീഡിയോസിൻ്റെ മുന്നിൽ ഈ ഒരു ഡിസ്ക്ലെയിമർ പറയുന്നത്. കേട്ട് ബോറടിച്ചവർ ക്ഷമിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഒത്തിരി എൻക്വയറീസ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്, നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് റിലേറ്റഡ് ടു UK ആൻഡ് അയർലൻഡ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കി തരിക, അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഗൾഫ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ബെറ്റർ സാലറിക്ക് ബോത്ത് കൺട്രിയും നല്ലതാണെങ്കിലും ഫാമിലി ആയിട്ട് സെറ്റിൽ ആകണമെങ്കിൽ യൂറോപ്യൻ കൺട്രിയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ പലരും പ്രിഫർ ചെയ്യുന്നതും യൂറോപ്യൻ കൺട്രീസ് ആണ്. അയർലൻഡും UK ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ നഴ്സസിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സ്ഥിതിഗതികൾ ആകെ മാറി. അയർലൻഡിലെ UK സിറ്റുവേഷനൊക്കെ മാറിയെങ്കിലും നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എല്ലാവരും പഠിച്ചിറങ്ങിയ പാടെ പഠിക്കാൻ പോകുന്നത് OIT ആണ്. OIT പഠിക്കുന്ന പലർക്കും കിട്ടുന്നുമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് UK അല്ലെങ്കിൽ അയർലൻഡിലേക്കൊക്കെ വരാനായിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതുവരെ എല്ലാം നോർമലാണ്. പക്ഷേ ഇൻ്റർവ്യൂസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇൻ്റർവ്യൂസ് കിട്ടുന്നില്ല. അതാണ് എല്ലാവരുടെയും പരാതി. റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസീസ് വരുന്നില്ല. UK ആണെങ്കിലും അയർലൻഡിലാണെങ്കിലും വേക്കൻസീസ് പഴയതുപോലെ വരുന്നതേ ഇല്ല. വരുന്ന വേക്കൻസീസിനൊക്കെ ആണെങ്കിൽ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടുതലൊക്കെയാണ് ചോദിക്കുന്നത്. അറ്റ് പ്രസൻ്റ് ഉള്ള മെയിൻ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിനി ഇൻ്റർവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ ഗൾഫ് കൺട്രീസ് എന്തെങ്കിലും ട്രൈ ചെയ്യണോ എന്നതൊക്കെയാണ് ഈയിടെയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. കാരണം നമുക്കിപ്പോൾ വേക്കൻസീസ് റിലേറ്റഡ് ആയിട്ട് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ചിലപ്പം കൂടാം, ചിലപ്പോൾ കുറയാം. ലാസ്റ്റ് ഇയർ ഫ്രീസ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ വേക്കൻസീസ് പോകുന്നത്. കാരണം ഫ്രീസ് ആണെങ്കിലും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെയിം സിറ്റുവേഷനാണ് ഇപ്പോഴും. അവിടെ ഇവിടെയും ചെറിയ റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. കൂടുതൽ വേക്കൻസീസും കണ്ടുവരുന്നത് ഓങ്കോളജിയും തിയേറ്റർ അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയിലേക്കൊക്കെയാണ്. നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഇൻഫോർമേഷൻ കിട്ടിയാലും അത് ഉറപ്പായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ പലരും ഹോസ്പിറ്റൽ വിട്ട് നഴ്സിംഗ് ഹോം ജോബ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നഴ്സിംഗ് ഹോമിലെ സിറ്റുവേഷനും ഓൾമോസ്റ്റ് സെയിം ഒക്കെയാണ്. ഇപ്പോൾ കൂടുതൽ വേക്കൻസീസും നഴ്സിംഗ് ഹോമിൽ CNM ഡോൺ അഡോൺ പൊസിഷനിലേക്കാണ് കണ്ടുവരുന്നത്. ഈ CNM ഡോൺ അഡോൺ പൊസിഷനിലൊക്കെ മോസ്റ്റ്ലി അവർ ആവശ്യപ്പെടുന്നത് 3 ഇയേഴ്സും 5 ഇയേഴ്സൊക്കെയാണ്. NMBA പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ്, അയർലൻഡിൽ തന്നെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ ജോബ്സൊക്കെ കൂടുതലും കണ്ടുവരുന്നത് ഇൻഡീഡ്, ലിങ്ക്ഡിൻ, jobs.i അങ്ങനത്തെയുള്ള സൈറ്റുകളിലൊക്കെയാണ്. സോ അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ നിങ്ങൾ ഇടയ്ക്കൊന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള വേക്കൻസീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ ജോലിയില്ലാത്ത സിറ്റുവേഷൻ മനസ്സിലാക്കി ഒത്തിരി ഫേക്ക് ജോബ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതിലൊന്നും ചെന്ന് വീഴാതിരിക്കുക. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാശ് തട്ടിയെടുക്കുക, അത് മാത്രമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിങ്ങൾക്ക് അതിലും മെസ്സേജ് ആയിട്ട് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഡൗട്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.